സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നമ്മളോട്, അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ. മുഅ്മിനീങ്ങൾ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത് പലർക്കും മൂത്രത്തിന്റെ പേരിലാണ്. മനസ്സിലായില്ല? മൂത്രമൊഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വയ്ക്കണം. പ്രധാനമായും പല വീടുകളിലും ഇപ്പോൾ കസേര പോലത്തെ മൂത്രപ്പുരയുള്ളത്. കസേരയെ ഇരിക്കും പോലെ പോയാണ്ടിരിക്കുക. അപ്പം പിന്നെ വേണ്ടതുപോലെ താഴോട്ട് ഒഴുകുന്ന സ്വഭാവം കുറയും. മൂത്രമൊഴിക്കുമ്പോൾ ഇടത്തെ ഭാഗത്തേക്കൊന്ന് ചാരിയിരിക്കണം എന്നല്ലേ? എന്തിനാ അങ്ങനെ പറഞ്ഞു? ഇടത്തെ ഭാഗത്തേക്കൊന്ന് കനം തൂങ്ങിയിരിക്കണം. നമ്മുടെ ശരീരത്തിലെ മൂത്രസഞ്ചി അല്ലാഹുത്തആല ഘടിപ്പിച്ചിരിക്കുന്നത് ഇടത്തെ ഭാഗത്തോട് ചാരിയിട്ടാണ്. അപ്പൊ ഒരു പ്രസ്സിങ് അവിടെ വരുമ്പോൾ നന്നായി പോകും. അതുകൊണ്ടാണ് മൂത്രയിക്കുന്ന നേരത്തെ അങ്ങനെ നായ മൂത്രയിക്കുന്ന കണ്ടില്ല? അവൻ കണ്ടില്ലേ? നായക്കെന്താ രണ്ട് കാലിൽ നിന്നിട്ട് ഇങ്ങാണ്ട് വെച്ചൂടെ? എന്തിനാ ഒരു കാലിൽ ബലം കൊടുത്ത് ഒരു കാലിൽ പൊക്കിയിട്ട്? നായ മൂത്രയിക്കുന്ന കണ്ടില്ല മക്കളെ? എന്തിനാ അങ്ങനെ വെക്കുന്നത്? അത് മുഴുവനായി പോകാനാ. പൂച്ച മൂത്രയിക്കുമ്പോൾ നോക്കോളി, കനം നൽകിയിട്ടൊന്ന് ഗൗരവത്തോടെ ഒന്ന് തെറിപ്പിക്കും പൂച്ച മൂത്രയിക്കുമ്പോൾ. അപ്പോഴും മുഴുവനും പോകാനാണ്. നമ്മൾ നേർക്ക് നേരെ പോയി ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ തുള്ളി ഉറ്റി വീണാൽ പിന്നെ എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ആയിരിക്കും അത്. ഇതുകൊണ്ട് ഇനി വസ്വാസം ഉണ്ടാക്കരുത് കേട്ടോ. വിഷയം പറഞ്ഞതാണ്. ആ ഇരുത്തം ഇരിക്കണം. ഇരിക്കുമ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് കനം തൂങ്ങിയിരിക്കണം. കനം തൂങ്ങിയിരിക്കുമ്പോൾ ഒന്ന് കൂറ്റനക്കിയാൽ തന്നെ സുഗമമായി പോരും. ഇസ്തിബ്റാഇന്റെ മാർഗം അത് മറക്കരുത്. സഹോദരങ്ങളും സഹോദരിമാരും മറക്കരുത്. ചിലർക്ക് കൂറ്റനക്കിയാൽ മതിയാകും. ചിലർക്ക് ചിലപ്പോൾ ഒന്ന് എഴുന്നേറ്റിരിക്കേണ്ടി വരും. എഴുന്നേറ്റിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. പഴയ കാലത്തൊക്കെ അതിന് നല്ല പരിചയം ഉണ്ടായിരുന്നു. അവരുടെ ഗുഹ്യസ്ഥാനം അവരെ കൈകളെ കൊണ്ട് മറച്ചു പിടിച്ച് തുണിയിലേക്കൊന്നും നജസാകാത്ത രൂപത്തിൽ ഒന്ന് എഴുന്നേറ്റിരിക്കും. പഴയ കാലത്ത് അങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെയും കാണാം അല്ലേ? അതൊക്കെ അതിന്റെ മാർഗങ്ങളായിരുന്നു. എന്നിട്ടൊന്ന് വന്നിരുന്ന് ഒന്ന് കൂറ്റനക്കുമ്പോഴേക്ക് മുഴുവനും പോയി നല്ല വൃത്തിയായി കഴുകി പോന്നു. ഏതെങ്കിലും ഒന്നോ രണ്ടോ തുള്ളിയോ നമ്മുടെ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ ഉറ്റിയാൽ നിസ്കരിക്കുന്ന നിസ്കാരം പോയി ഒക്കെ പോയില്ലേ? നജസല്ലേ? അപ്പൊ പിന്നെ അതൊന്നും ഫലവത്തല്ല. പിന്നെ ഉള്ളതായി പരിഗണിക്കാൻ ഒന്നിട്ടില്ലേനു. പിന്നെന്താ ഉണ്ടാകുക? അതുകൊണ്ടാ തങ്ങൾ പറഞ്ഞത് അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ. മൂത്രത്തിന്റെ പേരിലാണ് അധികവും ഖബറിലെ ശിക്ഷ നടക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലോണം ശ്രദ്ധിച്ച് വേണം നജസ് നീക്കാൻ. നജസുമായി ബന്ധപ്പെട്ട് നിസ്കാരവും കാര്യങ്ങളും ഒന്നും സ്വീകരിക്കപ്പെടൂല. ഖബറാളിയെ ശിക്ഷിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടതും രണ്ടാളുകളെ കൂട്ടത്തിൽ ഒരാള് ലാ യസ്തബിരിഉ മിനൽ ബൗൽ, മൂത്രത്തിൽ നിന്ന് ഇസ്തിബ്റാ ചെയ്യാത്ത ആളായതുകൊണ്ടാണ് ഖബറിൽ ആ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് തങ്ങൾ പറഞ്ഞു. നേർക്ക് നോക്കിക്കണ്ട് ശിക്ഷ അനുഭവിച്ചിട്ടാണ് ആ പറഞ്ഞത്. ശിക്ഷ നോക്കിക്കണ്ടിട്ട്. അതുകൊണ്ട് അദാബൻ ഖരീബൻ, അടുത്ത് വരാനിരിക്കുന്ന ശിക്ഷ, ഖബറിലെ ശിക്ഷ, അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ തന്നെ പരലോകം വരും. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്. ഓരോ മനുഷ്യനും അവൻ സമർപ്പിച്ചത് നേരിൽ കാണുന്നൊരു ദിനം. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്. ഞാൻ ചെയ്തത് ഞാൻ കാണും, നിങ്ങൾ ഓരോരുത്തരും ചെയ്തത് നിങ്ങൾ കാണും. അള്ളാഹു തന്ന ആയുഷ്കാലത്തിൽ പ്രായപൂർത്തിയും പക്വതയും എത്തിയ ശേഷം ഉള്ള ആയുഷ്കാലം 40 50 60 70 അതിന്റെ ആ കാലയളവിൽ എത്ര ചെയ്തു എന്ന് മുന്നിൽ നേർക്ക് നേരെ കാണും. അമലുകളെ അള്ളാഹു രൂപപ്പെടുത്തി തരും. നന്മകളെയും തിന്മകളെയും രൂപപ്പെടുത്തി തരും. ആ ഒരു സമയത്ത് കുടുങ്ങിപ്പോകരുത്. അന്ന് വളരെ വിഷമത്തോടെ സങ്കടത്തോടെ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ. സത്യനിഷേധി അന്ന് പറയും യാ ലൈതനി കുന്തു തുറാബാ, ഞാൻ തുറാബായിരുന്നുവെങ്കിൽ, മണ്ണായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എപ്പോഴാണത് അവൻ പറയുക? റബ്ബ് സുബ്ഹാനഹു വ തആല ഹിസാബിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതിന്റെ മുമ്പ്, വിചാരണ നടത്തുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഖിസാസ് നടത്തുന്നത് മൃഗങ്ങൾക്കും അതുപോലെ തന്നെ പക്ഷികൾക്കും മറ്റും ഇടയിലാണ്.
പക്ഷികളുടെയും മൃഗങ്ങളുടെയും മറ്റു ജീവജാലങ്ങളുടെയും ഖിസാസ്, പ്രതികാരം. ഇവിടെ നിന്ന് നല്ല കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ, കൊമ്പില്ലാത്ത ആടിന് അല്ലാഹുവിടെ കൊമ്പ് വെച്ച് കൊടുത്ത് തിരിച്ചിങ്ങോട്ടും ഒരു കുത്തല്. അതുപോലെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കാൻ, ഇവിടെ സൗകര്യമില്ലാത്തത് സൗകര്യമുള്ളതിനെ കടിച്ചുവെങ്കിൽ, കടിക്കാൻ സൗകര്യമില്ലാത്തതിന് കടിക്കാനുള്ള വാസന കൊടുക്കും. ഇപ്പുറത്ത് നേരത്തെ കടിച്ചതിന് പ്രതികാരമായൊന്ന് കടി കൊടുക്കും. അങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ നടത്തിയിട്ട് അവരോട് അല്ലാഹു തആല പറയും, കൂനീ തുറാബാ. ആ മൃഗങ്ങളോടും ആ പറവകളോടും മറ്റു ജീവജാലങ്ങളോടും നിങ്ങളൊക്കെ മണ്ണായി തീരുക എന്ന് പറയും. പിന്നെ അവരെവിടെയും കാണാനില്ല, അവരൊക്കെ തീർന്നുപോയി. ഈ രംഗം കാണുമ്പോ അതേ സത്യനിഷേധി പറയും, ഹിസാബ് അത് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. യാ ലൈതനീ കുന്തു തുറാബാ. നമ്മളെയും അതുപോലെ മണ്ണിലേക്ക് ചേർത്തിരുന്നുവെങ്കിൽ ഇനിയൊരു വിചാരണ നമുക്ക് വരാനുണ്ടല്ലോ, നേരിടാൻ കഴിയൂല, സഹിക്കാനൊക്കൂല. ചില പണ്ഡിതന്മാര് പറഞ്ഞു, യാ ലൈതനീ കുന്തു തുറാബാന്ന് ആദ്യം പറയുന്ന ആള് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ് എന്ന്. അങ്ങനെയുണ്ടൊരു തഫ്സീറില്. അതെന്താ കാരണം? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആദ്യം എതിർത്തത് ആരെയാണ്? അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ആദം നബിയോട് എന്താ പറഞ്ഞത്? നിങ്ങളെ മണ്ണിൽ നിന്നല്ലേ പടച്ചത്, എന്നെ പടച്ചത് നാറിൽ നിന്നല്ലേ, എനിക്കാണ് ബഹുമാനം, അങ്ങക്കല്ല. അന ഖൈറും മിൻഹു, ഞാനാണ് ആദമിനെക്കാളും വലിയ ആള്, ഉത്തമനായ ആളെന്നല്ലേ. ഇപ്പൊ ആദം നബി അലൈഹി സ്വലാമിന്റെയും മറ്റുമൊക്കെ ശ്രേഷ്ഠമായ മഹത്വങ്ങൾ ഇങ്ങനെ നോക്കിക്കാണുമ്പോ ഇബ്ലീസ് പറയും, ആ മണ്ണിന്റെ കൂട്ടത്തിൽ തന്നെ പെട്ടാ മതിയായിരുന്നു. യാ ലൈതനീ കുന്തു തുറാബ, ഞാനും ആ മണ്ണായാ മതിയായിരുന്നു. എന്നെ ഇങ്ങനെ പടച്ചു എന്നുള്ള വലിയ ബഹുമാനമൊക്കെ ഞാൻ അവിടെ വെച്ച് വിളമ്പിയെങ്കിലും രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല, ശിക്ഷിക്കപ്പെടാനാണ് ഞാനും പോകുന്നത്, എനിക്കും അതിനാണ് അവസരം തുറക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ അവിടെ വിഷമത്തോടെ സങ്കടത്തോടെ പിന്നിൽ നിൽക്കുന്ന അനുയായികളോട് പറയും, യാ ലൈതനീ കുന്തു തുറാബ. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച മണ്ണ് ഞാനും ആയിരുന്നെങ്കിൽ എനിക്കു രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞതും മറ്റുമൊക്കെ ഇപ്പൊ ഞാൻ തിരുത്താണ്. അപ്പൊ തിരുത്തിയിട്ട് എന്താ കാര്യം? ഇനി ആർക്കാണ് ആ തിരുത്തല് വേണ്ടത്? അതുകൊണ്ട് ഇവിടെ ഒരു വിഷയം അവസാനത്തെ ആയത്തിൽ പറയാനുള്ളത്, മുന്നിൽ നമ്മൾ ചെയ്തത് കൊണ്ടുവന്ന് നിർത്തുമ്പോ രക്ഷപ്പെടാനുള്ള അമലുകൾ അവിടെ വെച്ച് കാണാൻ വേണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.